നമസ്കാരം. പമ്പയിൽ അരങ്ങേറിയ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന സാമ്പത്തിക കണക്കുകൾ അത് ദേവസ്വം ബോർഡിനെയും സംസ്ഥാന സർക്കാരിനെയും വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഭക്തജനങ്ങളുടെയും അയ്യപ്പൻ്റെയും പേരിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ പരിപാടിയിൽ വലിയ തോതിലുള്ള പണം തട്ടിപ്പും സുതാര്യതയില്ലാത്ത ഇടപാടുകളും നടന്നുവെന്നാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ആക്ഷേപം. നിയമസഭയിൽ ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ നൽകിയ മറുപടികളിൽ നിന്ന് തന്നെ ഈ പരിപാടിയുടെ സംഘാടനത്തിൽ സംഭവിച്ച വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഇവിടെ വ്യക്തമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച തുകയേക്കാൾ ഇരട്ടിയിലധികം തുക പല കാര്യങ്ങൾക്കായിട്ട് വകയിരുത്തിയതും, എന്നാൽ യഥാർത്ഥത്തിൽ കലാകാരന്മാർക്കും മറ്റുമൊക്കെ തന്നെ പകുതി തുക മാത്രം നൽകിയതും വലിയ അഴിമതിയുടെ സൂചനകളായിട്ടാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത്. ഭരണകൂടം വിശ്വാസികളെ കബളിപ്പിച്ച് പണം ദൂർത്തടിക്കുകയാണെന്ന ആരോപണം രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. സാംസ്കാരിക പരിപാടികൾക്കായിട്ട് ചിലവാക്കിയ തുകയിലെ പൊരുത്തക്കേടുകളാണ് വിവാദത്തിൻ്റെ കേന്ദ്രബിന്ദു. വിജയ് യേശുദാസ്, വീരമണി രാജു, അതോടൊപ്പം തന്നെ സുദീപ് എന്നിവർ നയിച്ച സംഗീത വിരുന്നിനായിട്ട് 28 ലക്ഷം രൂപയാണ് ബില്ല് നൽകിയിരിക്കുന്നത്. എന്നാൽ ഇവർക്ക് നൽകിയത് 14 ലക്ഷം രൂപ മാത്രമാണെന്നാണ് മന്ത്രിയുടെ മറുപടി വ്യക്തമാക്കുന്നത്. സമാനമായ രീതിയിൽ ഇഷാൻ ദേവിൻ്റെ പരിപാടിക്കും 8 ലക്ഷം രൂപ നിശ്ചയിച്ചിരുന്നെങ്കിലും പകുതി തുകയായ 4 ലക്ഷം രൂപയാണ് കൈമാറിയത്. പരിപാടിയുടെ എസ്റ്റിമേറ്റിനേക്കാൾ ഉയർന്ന തുകയുടെ ബില്ലുകൾ സമർപ്പിക്കപ്പെട്ടതും അവയിൽ പലതിലും വ്യക്തതയില്ലാത്തതും കാരണം ബാക്കി തുക തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നാണ് സർക്കാരിൻ്റെ വിശദീകരണം. എന്നാൽ യഥാർത്ഥത്തിൽ എത്ര രൂപയാണ് ഇതിനായിട്ട് അനുവദിച്ചതെന്നും എന്തിനാണ് ഇത്രയും വലിയ തുകകൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയതെന്നും സംബന്ധിച്ച ദുരൂഹതകൾ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന കണക്കുകളും ഇവിടെ അവിശ്വസനീയമാണ് എന്നതാണ് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. സംഗമത്തിൻ്റെ ദിവസം ഉച്ചയ്ക്ക് 5000 പേർ ഭക്ഷണം കഴിച്ചുവെന്നും അതിനായി 8.5 ലക്ഷം രൂപ ചെലവായെന്നുമാണ് കണക്കുകളിൽ കാണിച്ചിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ 500-ൽ താഴെ ആളുകൾ മാത്രമാണ് അവിടെ എത്തിയതെന്ന വസ്തുത ഈ കണക്കുകളെ ചോദ്യം ചെയ്യുന്നതാണ്. രാത്രിയിൽ 3000 പേർക്ക് ഭക്ഷണം നൽകിയെന്ന വാദവും സമാനമായ രീതിയിൽ പൊള്ളയാണെന്ന് തെളിയുകയാണ്. VIP ഏരിയകളിൽ ഭക്ഷണം വിളമ്പിയ ഇനത്തിൽ വൻ തുകകൾ യാതൊരു മാനദണ്ഡവുമില്ലാതെ ചെലവഴിച്ചതായിട്ടും റിപ്പോർട്ടിലുണ്ട്. ജനപങ്കാളിത്തം കുറവായ ഒരു പരിപാടിയിൽ ആയിരക്കണക്കിന് ആളുകൾ ഭക്ഷണം കഴിച്ചുവെന്ന് രേഖപ്പെടുത്തി ലക്ഷക്കണക്കിന് രൂപ തട്ടാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നതെന്ന് വ്യക്തമാവുകയാണ്. സാമ്പത്തിക ഇടപാടുകളിലെ സുതാര്യതയില്ലായ്മ GST സംബന്ധിച്ച രേഖകളിലും പ്രകടമാണ്. ഹോട്ടൽ ബില്ലുകളിൽ പലതിലും GST നമ്പർ ഇല്ലാത്തതിനാൽ തന്നെ സർക്കാരിന് ലഭിക്കേണ്ട വലിയൊരു തുക ഇൻപുട്ട് ക്രെഡിറ്റായിട്ട് വാങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. ഇത് സ്പെഷ്യൽ കമ്മീഷണർ പ്രത്യേകം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കൂടാതെ മരാമത്ത് പണികൾ നടത്തിയത് യാതൊരുവിധ ടെൻഡർ നടപടികളും പാലിക്കാതെയാണെന്നതും വലിയ അഴിമതിയുടെ തെളിവായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കരാറുകാർക്ക് ഏകപക്ഷീയമായി 10% അധിക തുക അനുവദിച്ചതും ഉപകരാർ എടുത്തവർ ഇനം തിരിച്ചുള്ള ചെലവ് കണക്കുകൾ നൽകാത്തതുമൊക്കെ തന്നെ ഓഡിറ്റിംഗ് പ്രക്രിയയെ തന്നെ അട്ടിമറിച്ചിരിക്കുകയാണ്. ഏജൻസികൾ നൽകിയ അപൂർണമായിട്ടുള്ള ബില്ലുകൾ ദേവസ്വം ബോർഡിൻ്റെ ടാസ്ക് ഫോഴ്സ് പരിശോധിച്ചു വരികയാണെങ്കിലും നഷ്ടപ്പെട്ട പൊതുപണം എങ്ങനെ തിരിച്ചുപിടിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല. കേരള ബാങ്കിൻ്റെ സ്പോൺസർഷിപ്പ് സംബന്ധിച്ചും മന്ത്രിയുടെ മറുപടിയിൽ വൈരുദ്ധ്യങ്ങൾ വളരെ പ്രകടമാണ്. സ്പോൺസർഷിപ്പ് ഇനത്തിൽ കേരള ബാങ്ക് പണം നൽകിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഒറ്റവാക്കിലില്ല എന്നാണ് മന്ത്രി മറുപടി നൽകിയത്. എന്നാൽ ഏകദേശം 2 കോടിയോളം രൂപയുടെ സ്പോൺസർമാരെ സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്താൻ ദേവസ്വം ബോർഡിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നത് സംഭവത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയാണ്. ദേവസ്വം ബോർഡ് മുൻകൂറായിട്ട് നൽകിയ 2 കോടി രൂപ ഇതുവരെ തിരികെ ലഭിച്ചിട്ടില്ല. സ്പോൺസർഷിപ്പിനായിട്ട് സർക്കാരിനെ സമീപിച്ചിട്ടില്ലെന്ന മന്ത്രിയുടെ പ്രസ്താവനയും വലിയ തുകകൾ ചിലവാക്കി നടത്തുന്ന ഇത്തരം വിദേശാഘോഷങ്ങൾ അത് ആരെ സഹായിക്കാനാണെന്ന ചോദ്യവും ഇപ്പോൾ വളരെ പ്രസക്തമായിരിക്കുകയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഈ അഴിമതി ആരോപണങ്ങൾ സർക്കാരിനും ഭരണപക്ഷത്തിനും വലിയ രാഷ്ട്രീയ തിരിച്ചടിയായി മാറുന്നതായിരിക്കും. മുഖ്യമന്ത്രിയുടെ ഓഫീസിനും വാഹനങ്ങൾക്കും മറ്റുമായി ലക്ഷക്കണക്കിന് രൂപ ദൂർത്തടിക്കുന്നതിനിടയിൽ ഭക്തരുടെ പണം കൂടി ഇത്തരത്തിൽ അശാസ്ത്രീയമായ പരിപാടികൾക്കായിട്ട് ചിലവഴിക്കുന്നത് ജനങ്ങൾക്കിടയിൽ വലിയ അമർഷത്തിന് കാരണമായി മാറിയിട്ടുണ്ട്. അയ്യപ്പനെയും വിശ്വാസികളെയും കബളിപ്പിച്ചുകൊണ്ട് പണം തട്ടാനാണ് ഓരോ പദ്ധതികളും ഇത്തരത്തിൽ ആവിഷ്കരിക്കുന്നതെന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തിൽ ഈ കണക്കുകൾ ശക്തി പകരുകയാണ്. ഈ ധൂർത്തും വഞ്ചനയും കേരളത്തിലെ സാധാരണ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്നും ഇത് വോട്ട് ബാങ്കിൽ വലിയ പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യവും ഉറപ്പാണ്.